അപ്പോൾ ഹായ് മച്ചന്മാരെ, ഡൂം വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും, എൻ്റെ എല്ലാ സബ്സ്ക്രൈബർ മച്ചന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പം ഞാനും ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ ജെസ്സി വിളിച്ചിട്ട് അവൻ്റെ ഒരു കിഡിലും വണ്ടി കിടപ്പുണ്ട്, അതൊന്ന് റിവ്യൂ ചെയ്യാൻ ചെല്ലാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവാം. അപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജെസ്സി സിറ്റി 2 ഇന്ത്യ ഗേറ്റിനടി നിൽക്കാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഞങ്ങളതിനെങ്ങനെയാണ് പറയുന്നത്, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ജെസ്സിയുടെ അടുത്തോട്ട് പോവാം, അധികം ലേറ്റ് ആവാതെ. ഇന്നൊരു കിഡിലൻ ഡ്രിഫ്റ്റ് കാറാണ് അവൻ കൊണ്ടുവരുന്നത് റിവ്യൂ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാനിത് നമ്മുടെ ഒരു കിഡിലൻ X7 പണിഞ്ഞിറക്കിയേക്കുവാണ്. അപ്പോൾ അത് പണിഞ്ഞിറക്കിയേക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചപ്പം ബോണസായിട്ട് ജെസ്സിയുടെ വണ്ടിയും കൂടെ കിട്ടി. അപ്പം നമുക്ക് ഇന്ത്യ ഗേറ്റിന് അങ്ങോട്ട് പോവാം. ഇവിടുന്ന് കട്ടെടുക്കുക. ഇവിടുന്ന് ഈ ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിങ് നൈസാണ് ഗൈസ്. ഇതിൻ്റെ അടിയിൽ വണ്ടി ഇട്ടിട്ട് എന്താ പറയുക, ഫ്രണ്ട്സിനെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് മറ്റേ ഹെഡ്ലൈറ്റ് ഓണാക്കി നൈസായിട്ട് വെട്ടം അടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടിലം പോലത്തെ ഫോട്ടോസൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ജെസ്സിയെ ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഞാൻ വണ്ടി ഇങ്ങോട്ടൊന്ന് നൈസായിട്ട് ഒതുക്കിയിടട്ടെ. ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ഒരു ഫോളോവർക്ക് ഞാൻ ഇതിന് മുന്നേ വർക്ക് ചെയ്ത് കൊടുത്തൊരു വണ്ടി, അത് ഞാൻ വീണ്ടും എടുത്താണ്. എന്നിട്ട് അപ്പം നമുക്ക് ജെസ്സിനെ ഒന്ന് കോൾ ചെയ്യാം. ഇവിടെ നിൽക്കാനാണ് അവൻ പറഞ്ഞത്. ജെസ്സിനെ ഒന്ന് കോൾ ചെയ്ത് നോക്കാം എന്നാളു. അല്ല, എന്നാ ഒരു ഒച്ച അത് ഗൈസ്, ഭയങ്കര ഒരു മുഴക്കത്തോട് ഒരു ഒച്ച. എന്തോ സംഭവിക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര ഒച്ച ഗൈസ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ഹെഡ്സെറ്റ് പൊട്ടിത്തെറിക്കുന്ന രീതി ഒച്ച വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ പാർക്കിംഗ് ലോട്ടിൽ നിന്നാണ് ഒച്ച എൻ്റെ പൊന്നളിയോ, എന്നെ ഒരു വണ്ടിയാണോ ഇത്, എന്നെ ഒരു എൻട്രി ആണോ അതിൻ്റെ അളിയോ വിഷയം. ഈ സീൻ തന്നെ പിന്നല്ല അന്തല്ല അളിയാ. പിന്നെ എന്നാ ക്രിസ്മസ് ഒക്കെ അല്ലേ, ഹാപ്പി ക്രിസ്മസ്. ഓ, അത് പറയാൻ വിട്ടു. ഹാപ്പി ക്രിസ്മസ് അല്ലയാ. പിന്നെ അളിയോ എന്നാ ഒരു വണ്ടിയാടാ ഇത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണെടുക്കാൻ പറ്റുന്നില്ല ഇതിന്. അമ്മാതിരി വർക്ക് എടാ. നീ വിഷയമാണ് എൻ്റെ പൊന്നടാ. പോയെ നീ മരണമാസാണ് നിന്റെ വണ്ടി. മാരകമെന്ന് പറഞ്ഞാൽ എനിക്ക് പൊണ്ടാരടക്കം എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മാതിരി അത് എൻ്റെ ഐറ്റം ആണ് അളിയ. എൻ്റെ മോന് വിഷയ സാധനം. എടാ നീ ഇച്ചിരി പെശകായി വരുന്നുണ്ട് കേട്ടോ. ജെസ്സിയുടെ ഉള്ള കാര്യം പറയാനോ അളിയ, നീ ഇച്ചിരി പ്രശ്നമായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാ നീ കാണിച്ചു വെച്ചേക്കുന്നത്? ഇങ്ങനൊരു വണ്ടി ചെയ്തിട്ട് അതിന് പുറകിൽ ഇതൊക്കെയാണോ കാണിക്കണ്ടേ? അത് വിടന്നെ ഉള്ളു. വണ്ടീനെ പറ്റി പറ. ഇവിടെ ഇത് മാരക സാധനമുള്ളൂ. ഇവിടെ ഇത് ചെയ്യാനുള്ള ഐഡിയ നിനക്ക് എവിടുന്ന് കിട്ടിയേ? ഐഡിയ ഒക്കെ തന്നെ വരുന്നതാണ് മച്ചു. എടാ എന്നാലും നിനക്ക് മാത്രം എങ്ങനെയാടാ ഇങ്ങനത്തെ സാധനമൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അതും എല്ലാം നിന്റെ കൈ തന്നെയാണല്ലോ. ഇതൊക്കെ എന്റെ സ്കില്ലാണ് മോനെ. എടാ നമുക്കും പറഞ്ഞാടാ, എന്ത് സ്വഭാവമാടാ. ഞാനൊരു മനുഷ്യനിക്കല്ലേ, അപ്പൊ എനിക്ക് ആഗ്രഹം കാണത്തില്ലേ? ആലോചിക്കാം. അയ്യോ, വലിയ ഉപകാരം. അങ്ങനെയും പറഞ്ഞല്ലോ. സാധാരണ നോ പറയാറാ. നമുക്കെന്നാളേ ഒരു 2 റൈഡൊക്കെ പോവാം. റൈഡോ? ഈ വണ്ടി ഞാൻ പണിഞ്ഞു വെച്ചേക്കുമ്പോ എന്തിനാണെന്ന് ഞാൻ നിന്നെ ഇപ്പൊ കാണിച്ചുതരാം. അളിയ ഇതെന്ത് മലര്, എന്റെ പൊന്നോടോ, എന്നോ ഡ്രിഫ്റ്റോടോ. ഓ നീ വിഷയാടാ. നീ എന്താണ് ഈ കാണിക്കുന്നത്? ഓ എന്റെ പോലെ ഇജ്ജാതി ഡ്രിഫ്റ്റൊക്കെ. ആ കോർണറൊക്കെ എന്നെ ക്ലീൻ ആയിട്ടാടാ കട്ട് ചെയ്തത് നീ. എന്റെ പൊന്നടാ വിഷയം സാധനം. ഓ ഏറ്റവും മോനെ മോരകം. ഇതൊക്കെ എന്ത്? ഞാൻ നിന്നെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടോ ഇപ്പൊ കാണിച്ചുതരാം ഞാൻ ശരിക്കും ആരാന്ന്. ഇതൊക്കെ ഏതാടാ സ്ഥലം? എന്റെ പൊന്നോ മോനെ വിഷയം ഡ്രിഫ്റ്റിങ്. എന്നോട് ഞാൻ ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആദ്യമായിട്ട് ഒരു ഇത്ര ക്ലീനായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്ന കാണുന്നത്. ഓ പാളി, കരുതാക്ക വലിച്ച് മാവടക്കടാ നായെ. നീ പറഞ്ഞോളൂ വണ്ടി ഇടിച്ച്. അളിയാ സോറി അളിയാ, ഇനി ഓവറായിട്ട് പൊക്കത്തില്ല. എന്നാലും എൻ്റെ അളിയാ എനിക്ക് വയ്യ. നീ ഓരോ ഡ്രിഫ്റ്ററാട്ടോ. എടുത്തൊക്കെ എന്നെ സോനമാണോ?
നീ പൊക്കിയതൊക്കെ മതി, നീ എന്നാലും കുറച്ച് എൻജോയ് ചെയ്യ്. അളിയ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, സീരിയസ്ലി നീ അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടാ. അത് ഈ വണ്ടിയുടെ സ്പെക്കും പൊളിയാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോനെ. പൊളിയെന്ന് പറഞ്ഞാൽ പൊപ്പൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കീപ് ഇറ്റ് അപ്പ് മാൻ, യു ആർ എ ഗ്രേറ്റ് ഡ്രിഫ്റ്റർ. താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊക്കെ ഇതുപോലെയൊക്കെ പറഞ്ഞു വെച്ച് എന്താണ്, നമ്മൾ ഫ്രണ്ട്സൊക്കെ അല്ലേ, നമ്മൾ അളിയനൊക്കെ ആകുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ഒഴുക്കുള്ള ബന്ധം ഏതാണെന്ന് അറിയാമല്ലോ നിനക്ക്. അത് ഈ അളിയനും തമ്മിലുള്ള ബന്ധമാണ്. അപ്പം നൈസായിട്ട് പറഞ്ഞൊക്കെ നീ കൂടുതൽ സിനിമ ഡയലോഗൊന്നും അടിക്കുമ്പോ പറഞ്ഞാലും ഞാൻ ആലോചിക്കാം. നോക്കട്ടെ. ഓ മതി അത് മതി. ഓ റിവേഴ്സ് ഡ്രിഫ്റ്റ് എനിക്ക് വയ്യ. പൊന്നു മോനെ, ഇപ്പോഴെനിക്കൊന്ന് ജീവൻ വെച്ച് എന്താണ് നീ ഇത്ര നേരം കാണിച്ചോണ്ടിരുന്നത്? എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പൊന്നടാ എൻ്റെ ജെസ്സിയെ, നീ എന്തൊരു വർക്കാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടടാ. ഇതിൻ്റെ ഒരെണ്ണം എനിക്കറിയാം, ഒരെണ്ണം. നോ എടാ പ്ലീസ് ഡാ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടടാ. എനിക്ക് വയ്യ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എടാ ഇത് എന്നെ രസമോടെ ഇത് കാണാൻ. എന്നെ ഫിനിഷിങ്ങോടുകൂടിയാണ് ചെയ്തേക്കുന്നത് നീ. അതിൻ്റെ ഒരു ടമ്പിൾ പ്ലേറ്റ് ആണല്ലോ, എന്താണ് കിഡിലെ സാധനം, അലോയും എല്ലാം, പിന്നെ ഈ വിങ്ങും, പിന്നെ ഈ ബാക്കിലെ ഗ്ലാസ്സിലെ ഡിസൈനും. ഏറ്റവും പൊന്നടാ ജെസ്സി, എനിക്ക് ഒരെണ്ണം താടാ. അല്ലെ അത് പറ്റൂലാട്ടാ. ഞാനിതെന്റെ ഐഡന്റിറ്റി തോന്നുന്നത് ഇത് തരാൻ പറ്റൂല. ആ ഓക്കെ, എന്നാലും ഇനിയിപ്പം നീ വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു വണ്ടി ചെയ്ത് തരണം. അതാകുമ്പോ തുറന്ന് വെച്ചേക്കുന്നല്ലേ സെറ്റൊക്കെ. അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡ്രിഫ്റ്റ് ആക്കിയല്ലേ. നീ ഒന്ന് വണ്ടി എടുത്തേ. എൻ്റെ പൊന്നടാ, ഞാൻ ദേ ഇപ്പം നീ സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. എനിക്കാണ് തൃശ്ശൂർ സ്ലാങ് വരുന്നത്, എനിക്ക് വയ്യ. എടാ അതങ്ങനെ ലൂമേ. കാരണം നമ്മൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സ്ലാങ് നമുക്ക് വരാറുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോൾ അതുപോലെ തന്നെയായിരുന്നു. എൻ്റെ ഒരു കൊച്ചിക്കാരൻ ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ സ്ലാങ് എനിക്ക് വന്നു. ഓ ആണല്ലേ. എടാ അതൊക്കെ വീട്, ഇതെന്താണ് നീ കാണിക്കുന്നത്? എന്നെ ഒരു കിഡിലൻ. എടാ ഇത് പക്കായിട്ട് ടൈമിംഗ് ഒക്കെ വേണ്ടടാ ഇതുപോലെ സ്മൂത്തായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ. നൈസടാ ജെസ്സിയെ. ഓ ആ സർക്കിളൊക്കെ പക്കായിട്ട് വരുന്നുണ്ട്, ഒഴുകി പോവാ ആ ഒരു വട്ടത്തിനകത്ത്. എന്റെടാ വിഷയം. ഓ എടാ പോടാ, കറക്റ്റ് വന്നോ. ഓ ജസ്റ്റ് എന്നാലും കറക്റ്റ് വന്നു. വിഷയം പൊളി, അടിപൊളി, ഒന്നും പറയാനില്ല. എടാ മതിയടാ, എന്നെ പോയി എത്തിയാൽ മതി, നമ്മൾ വീഡിയോക്ക് ഔട്ട്രോ ചെയ്യാം. ഓ ജെസ്സി, ഞാൻ അത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാനും CPM ജെസ്സിയും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഡൂം വൈറ്റി സൈനിങ് ഓഫ്. ബൈ ഓൾ, മെറി ക്രിസ്മസ്. മച്ചമാരെ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ, ആരും പോവല്ലേ. കുറച്ച് ഫണ്ണി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. നമ്മുടെ ജെസ്സി ഒരു കിടിലൻ തമ്പനെയിലിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. എൻ്റെ ഫോണിൽ ചാർജും ഇല്ല, ഒരു തേങ്ങയില്ല. അവനെനിക്ക് തമ്പനെയിൽ എഡിറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കുവാണ്, പിന്നെ പോസ്റ്റ് ഇടാൻ. അതിന് വേണ്ടി 1 മിനിറ്റോളം അവിടെ വണ്ടി കുടുങ്ങിക്കുമായിരുന്നു. ഞാൻ ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. നമ്മുടെ ജെസ്സി CPM ഭയങ്കര കഷ്ടപ്പെടലാണ്. അതുകൊണ്ട് എൻ്റെ വണ്ടി എടുത്ത് അവിടെ ഇട്ടിട്ടുണ്ട്, അവൻ്റെ വണ്ടി അപ്പുറത്തുണ്ട്. അപ്പം ഭയങ്കര പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. കുറേ നേരമായിട്ട് ഇത് കണ്ടിരിക്കുന്നത് എനിക്കാണെങ്കിൽ ചിരി വന്നിട്ടും വയ്യ. അപ്പം എൻ്റെ അടുത്ത് ഫ്രെയിമിൽ നിന്ന് മാറിപ്പോവാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കോൾ വിളിച്ചോണ്ടിരിക്കുകയാണ്, എൻ്റെ അടുത്ത് ഫ്രെയിമിൽ നിന്ന് മാറിപ്പോവാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ പോയി സാറ്റ് വിട്ട് ഒളിച്ചിരിക്കുന്ന പോലെ നിൽക്കാം.
എന്നുള്ള ഭയങ്കര ഫണ്ണിയായിട്ടുള്ള പരിപാടിയൊക്കെയാണ് ഗൈസ് ജെസ്സി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ. അതായത് ജെസ്സി ഡ്രോൺ ക്യാമറയിൽ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ നിന്നിട്ടുണ്ട്. ഇനിയിപ്പം 2-3 ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്തിട്ട് അണ്ണൻ പയ്യെ ഷോ കാണിച്ച് നമ്മൾ അടുത്തോട്ട് വരും. ഞാൻ ആ ഒരു തൂണ്ട പുറയിലുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടികൾ. എൻ്റെ BMW വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയേ. ഇത് നമ്മൾ ഒരു കസ്റ്റമറിന് ചെയ്ത് കൊടുത്ത വർക്കിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. അപ്പം ഇത് നമ്മുടെ വീഡിയോയുടെ ശരിക്കുള്ള എൻഡിങ് ആണ്. അപ്പോൾ ഗൈസ് അടുത്തൊരു കിടിലൻ വീഡിയോ കാണും വരെ ഡുമൈറ്റി സൈനിങ് ഓഫ്. ബൈ ഓൾ, ടേക്ക് കെയർ.